കലോത്സവത്തിന് വന്നിട്ട് എങ്ങനെയുണ്ട്? അടിപൊളി. കുട്ടികളൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാവരും ഒന്നിനൊന്നും മെച്ചം. ഏത് ജില്ല? ഡ്രാമ. ഞങ്ങൾ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. ടീച്ചറാണോ? പേരന്റ് ആണ്. ഡ്രാമ ആയിരുന്നു. ലാസ്റ്റ് ഇയർ ഞങ്ങൾക്ക് ഡ്രാമ ഫസ്റ്റ് കിട്ടി, ബെസ്റ്റ് ആക്ട്രസ് കിട്ടി. അതെന്റെ മോള് തന്നെയായിരുന്നു. ഞങ്ങൾ ഡ്രാമയായിട്ട് തന്നെ വന്നിരിക്കുന്നത്, ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് ആയിട്ട്. എനിക്ക് പുറകിലുള്ള കഥാപാത്രങ്ങളാണ്. പേരെന്താ കഥാപാത്രത്തിന്റെ? കഥാപാത്രത്തിന്റെ പേര് നാരായണി ശക്തിയാണോ? നാരായണി ആയിട്ടാണോ നിൽക്കണത് അതോ യഥാർത്ഥ പേരെന്താ? ആർദ്ര. ഭയങ്കര സ്ട്രോങ് ആയിട്ട് നാരായണി ആയി എന്ന് പറയട്ടോ. അടിപൊളി. ക്യാരക്ടറിന്റെ പത്മിനി. അമ്മാവന് പേരില്ല. അമ്മാവന്റെ പേര് അമ്മാവൻ. ഞാൻ യോഹന്നാൻ. എവിടുന്നാണ്? യോഹന്നാൻ ഒരു പാവം, ഒരു കോടീശ്വരൻ കിഴക്കൂന്ന്. അപ്പൊ ഒന്ന് ചെറുതായിട്ട് നിങ്ങളുടെ നാടകമൊക്കെ കഴിഞ്ഞപ്പോ ആളുകളുടെ ഇടയിലുള്ള ഒരു പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് സന്തോഷമായ? എല്ലാവർക്കും സന്തോഷമായെന്നാണ് തോന്നുന്നത്. പെർഫോമൻസ് എങ്ങനെയാണ്? ഇപ്പൊ നിങ്ങൾ കയറുമ്പോ എല്ലാവരും തമ്മിൽ ഒരു ആരോഗ്യപരമായ മത്സരം ഉണ്ടാവില്ലേ? അടുത്ത ആളെക്കാൾ ഞാൻ ഒന്നുകൂടി അല്ലേ എക്സ്പ്രഷൻ ഇട്ട് തള്ളണം അല്ലേ എന്നൊക്കെ വിചാരിക്കില്ലേ? എങ്ങനെയാ കഴിഞ്ഞപ്പോ എല്ലാവരും ഒപ്പത്തിനൊപ്പം നിന്നോ? 100% മാർക്ക് എല്ലാവർക്കും ഇടാമോ? എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ടായിരുന്നു നിന്നിരുന്നത്. അങ്ങനൊന്നുമില്ല, എല്ലാരും പറയാൻ പറ്റും. എല്ലാരും അടിപൊളി. എന്റെ ശരിക്കും പേരോ? ഇഷ. ഈ കഥാപാത്രത്തിന്റെ പേര്? സൂസന്റെ അമ്മ. സൂസന്റെ അമ്മയുടെ ഒരു അലമ്പ് സ്വഭാവമാണോ നാടകത്തില്? ശരിക്കും അങ്ങനെയാണോ? ശരിക്കും അങ്ങനെയല്ല, ഞാൻ പാവാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ നാടകത്തിന്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം നമുക്ക് കാണിക്കാൻ പറ്റുമോ? ചെറിയ ഭാഗം പെട്ടെന്ന് ആലോചിക്കണം. സമയമില്ല. 10 വരെ എണ്ണതിന് മുമ്പ് സെറ്റ്. ഓക്കെ, 1 2 3 4 5 ഓക്കെ, നിങ്ങൾക്കായി ഒഴിഞ്ഞു തരുന്നു. ഓക്കെ, നിങ്ങൾ വന്നോ? വന്ന കാലി നിൽക്കാതെ ഇരിക്കൂ. ചേർന്ന് നിക്ക. എനിക്ക് ആണും പെണ്ണായിട്ട് ഒന്നേ ഉള്ളൂ. ഞങ്ങൾക്കും അവൾ അന്തസ്സുള്ളവരുടെ കയ്യിൽ ഏൽപ്പിക്കണം. അതിനെന്താ? കുട്ടി വന്നുവല്ലോ, നന്നായി നോക്കിക്കോളൂ. വീട്ടിൽ ചെന്നിട്ട് അവിടെ പറഞ്ഞോട്ട് കണ്ടില്ല എന്ന് പരാതിപ്പെട്ടേക്കരുത്. അപ്പൊ നമ്മളെന്താ പറഞ്ഞു വന്നേ? മോള് അവളെ ഇവൻ നോക്കിക്കോളും. ശ്രീപത്മനാഭന്റെ ചക്രം മാസാമാസം ഉണ്ടാകുന്ന ക്ലർക്കാവൻ. കല്യാണം ഗംഭീരമായിരിക്കണം. ഇവിടെ നമ്മളെന്താ പറഞ്ഞു വന്നേ? കല്യാണം ഗംഭീരമായിരിക്കണം. ഞങ്ങളൊരു 200 പേര് കാണും. ചക്കൻ സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ, പരിപാടി അതിനകത്ത് ക്ഷേമമായിരിക്കണം. ഗംഭീരമായിരിക്കും. ഒന്ന് മുറുക്കിയേക്കാം. എന്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ ജീവനാ. അവരെ പൊന്നു പോലെ നോക്കണം, അതാണ് എൻ്റെ ഒരു സ്വപ്നം. അമ്മയ്ക്ക് ഞാനും മാത്രമേ ഉള്ളൂ. ഒരു 20 പവനും 75,000 രൂപയും കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് കിട്ടണം. തന്നിരിക്കും വാക്ക്. അപ്പൊ ശരി, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുവാ. എല്ലാം പറഞ്ഞ പോലെ പോവാം. അപ്പൊ ശരി, അടിപൊളി. കൊള്ളാം അല്ലേ? കാര്യം ചോദിക്കട്ടെ, കുട്ടികൾ എല്ലാവരും വാ. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര സെർച്ച് ചെയ്യുന്ന ആളുകളായിരിക്കുമല്ലോ. ഗാന്ധി ഭവൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഒരു കുട്ടി അവിടുത്തെ അമ്മമാരെയൊക്കെ കണ്ട് കരഞ്ഞൊരു വീഡിയോ ഉണ്ട്, ശ്രദ്ധിച്ചായിരുന്നോ? അതായത് NSS ക്യാമ്പ് നടക്കുമ്പോൾ ആ ക്യാമ്പിൻ്റെ ഇടയിൽ എനിക്കിവിടെ കാണുന്ന പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ക്യാമ്പിൻ്റെ ഇടയിൽ ഗാന്ധി ഭവനിൽ പോയിട്ട് അവിടുത്തെ അമ്മമാരെ, ഉപേക്ഷിക്കപ്പെട്ട അമ്മമാരെയൊക്കെ കണ്ട് ആ കുട്ടി വല്ലാതെ കരഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ചെറിയ ഡയലോഗ് അച്ഛനെ അമ്മേനെ നോക്കണമെന്നൊക്കെയാണ് അല്ലേ? ഇത് ഏതെങ്കിലും സമയത്ത് ഇത്തരം വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാനോ അല്ലെങ്കിൽ ഇങ്ങനെ സ്ഥലങ്ങൾ പോകാൻ തോന്നിയിട്ടുണ്ടോ? ഞാൻ കലോത്സവത്തിൽ നിന്ന് മാറി ചോദിക്കുകയാണ്, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കണം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഈ നാടകം ചെയ്യുമ്പോൾ അച്ഛനമ്മേനെ കുറിച്ചൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ മതി. ഞങ്ങൾ കുറെ പേര് NSSലുള്ളതാണ്. NSSന്റെ ഭാഗമായി ഇതുപോലത്തെ മനസ്സ് നന്നാവട്ടെ അല്ലേ? നന്നാവട്ടെ. മതം ഏതെങ്കിലും ആവട്ടെ, മനസ്സ് നന്നാവട്ടെ. ഒന്ന് NSS പാട്ട് രണ്ടുപേരും പാടിയല്ലോ, രസല്ലേ? പഠിക്കോ? നമുക്ക് പാടാറില്ലേ? ഞങ്ങളൊക്കെ പഴയ NSSകാർക്ക് വേണ്ടി എല്ലായിടത്തും കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ സജീവമായി നിൽക്കുന്ന NSS വോളണ്ടിയേഴ്സിന് വേണ്ടി. റെഡി? മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ.
മനസ്സു നന്നാവട്ടെ. അപ്പോൾ മനസ്സ് നന്നാവട്ടെ, എല്ലാവരുടെ മനസ്സ് തെളിയട്ടെ. നിങ്ങൾ ഈ കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് വീട്ടിലുള്ള അച്ഛനോടും അമ്മയോടൊക്കെ അതേ സ്നേഹത്തോടെ എല്ലാവരും പോട്ടെ. നിങ്ങളുടെ സൗഹൃദങ്ങൾ നന്നാവട്ടെ. അപ്പോൾ ഇനിയും നിങ്ങൾ ഹൈസ്കൂളാണോ ഹയർ സെക്കൻഡറി ആണോ? അയ്യോ, അപ്പോൾ കഴിഞ്ഞു. +1 +2 അപ്പോൾ രണ്ടുമുണ്ട്. അപ്പോൾ കുറച്ച് പേർക്ക് അടുത്ത വർഷം അവസരം ഉണ്ടല്ലേ. അപ്പോൾ അടുത്ത വർഷവും അമ്മയൊക്കെ വരട്ടെ കേട്ടോ. എല്ലാവരും ചട്ടയും മുണ്ടും ഒക്കെ ആയിട്ട് എല്ലാവരും വരട്ടെ. അടിപൊളി നാടകങ്ങളുണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു.